മൂന്നാം മോദി സർക്കാരിന്റെ ഈ വർഷത്തെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത്. ജനത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ബജറ്റ് അവതരണം കൂടിയായിരുന്നു ഇത്. വേണമെങ്കിൽ നിർമ്മലാജിയുടെ ഏറ്റവും മികച്ച ഒരു അവതരണം തന്നെ എന്ന് എടുത്തു പറയാം. കാരണം ആദായ നികുതിയിൽ കൊണ്ടുവന്ന വമ്പൻ മാറ്റം ജനത്തെ വലിയ രീതിയിൽ തന്നെ ആശ്വാസം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ബമ്പർ അടിച്ചിരിക്കുന്നത് ഇന്ത്യൻ മിഡിൽ ക്ലാസ് വിഭാഗത്തെയും പിന്നെ ബീഹാറിനെയുമാണ്. സമീപകാലത്ത് ഇങ്ങനെ ഒരു ബജറ്റ് അവതരണം ഉണ്ടായി കാണില്ല. ജനം ആഗ്രഹിച്ച ഒരു ബജറ്റ് ആയിരുന്നോ ഇത്? കേരളം എന്നത്തെയും പോലെ വട്ടപൂജ്യത്തിൽ തന്നെയാണ് കിടക്കുന്നത്. കേരളത്തിന് എന്ത് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ഐ ആം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഇന്ത്യൻ മധ്യവർഗത്തിലെ ഉപരിവിഭാഗത്തിനും ബീഹാറിനും വേണ്ടിയുള്ള ഒരു ബജറ്റ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ബജറ്റ് എന്ന് എടുത്തു പറയാം. കാരണം 144 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യൻ മഹാരാജ്യത്ത് ഈ ഒരു നേട്ടം ലഭിച്ചിരിക്കുന്നത് വെറും 8 കോടി ജനങ്ങൾക്ക് മാത്രമാണ്. അതായത് സാലറി കൈപ്പറ്റുന്ന ജനതയ്ക്ക് മാത്രം. അവർക്കാണ് ഈ ഒരു ബജറ്റിൽ ആശ്വാസം ഉണ്ടാകുന്നത്. ആദായ നികുതിയിലുള്ള ഇളവ് തന്നെയാണ് മധ്യവർഗത്തെ കയ്യിലെടുക്കാനുള്ള തുറുപ്പുചീട്ട്. അതുപോലെ ബീഹാറിനും ബമ്പറാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പം വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ബീഹാറിന് വാരിക്കോരി ഇളവുകളും നേട്ടങ്ങളും എല്ലാം നൽകിയിരിക്കുന്നത്. ബീഹാറിലേക്ക് വരുന്നതിന് മുൻപ് ആദായ നികുതിയിൽ ഇന്ത്യയുടെ ശമ്പളം കൈപ്പറ്റുന്ന ഈ 8 കോടി ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു ലോട്ടറി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ജനങ്ങൾക്ക് ഈ ഒരു ബജറ്റ് കൊണ്ട് യാതൊരു നേട്ടവും ഇല്ല. പക്ഷേ ഒരു വലിയ വിഭാഗത്തിന് നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എന്താണ് ഇളവ് എന്നുള്ളത്. 12 ലക്ഷം വാർഷിക വരുമാനം ഉള്ളവർക്ക് ഈ ആദായ നികുതി നൽകേണ്ട എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ ഒരിക്കലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യകതയില്ല എന്നുള്ളത് എവിടെയും പറയുന്നില്ല. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഈ 4 ലക്ഷത്തിന് മുകളിൽ ആണ് ഇൻകം എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ 4 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ നൽകേണ്ടതില്ല. അതായത് മാസ വരുമാനം 1 ലക്ഷമുള്ള ഒരു വ്യക്തിക്ക് അവിടെ ഇൻകം ടാക്സ് നൽകേണ്ടതേ ഇല്ല. ഇത് 8 കോടി ജനങ്ങളെ സംബന്ധിച്ച് മോദി സർക്കാരിനെ ഹാർദമായിട്ട് കൈയടിക്കുന്ന നിമിഷം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലൊരു വിപ്ലവകരമായ തീരുമാനത്തിൽ മോദി സർക്കാർ എത്താനുണ്ടായ ഒരു കാരണം? 2 കാരണങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ജനപ്രിയ സർക്കാർ എന്ന ലേബൽ മോദി സർക്കാരിന് നഷ്ടമായി തുടങ്ങിയിരുന്നു. ഈ വിലക്കയറ്റവും ഇന്ധനക്കയറ്റവും എല്ലാം ജനത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തിച്ചിരുന്നു. അത് ഒരു കാരണമായി എടുക്കാം. മറ്റൊന്ന്, രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് ജനത്തെ സജ്ജമാക്കുക എന്ന ഉത്തരവാദിത്വത്തിന്റെ ഭാഗവും കൂടിയാണിത്. ഇന്ത്യയുടെ ഉൽപാദനശേഷി വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ബൈയിങ് കേപ്പബിലിറ്റി ഉയർത്തിയെടുക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിലുണ്ട്. അതായത് ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക ശാക്തീകരണം കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം. എന്നാൽ ഈ 8 കോടി ജനങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന 136 കോടി ജനങ്ങളുടെ അവസ്ഥയെ ഈ ബജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. അവരിപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. മറ്റൊരു കാര്യം, രാജ്യത്തെ വിലക്കയറ്റത്തിന് യാതൊരു മാറ്റവും ഇവിടെ പറയുന്നില്ല. അതായത് സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ സാധനങ്ങൾ വാങ്ങാൻ ഇൻകം ടാക്സ് ഒഴിവാക്കി കൊടുത്തു എന്ന് മാത്രം. ഒരു ഈക്വലൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ സാമ്പത്തിക ഭദ്രത ഉറപ്പ് നൽകുന്നതിനായിട്ട് ഒന്നും ഇവിടെ നൽകുന്നില്ല. കാരണം ജനങ്ങൾക്ക് പണം സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. രാജ്യത്തിന്റെ പ്രൊഡക്ട്സ് വിറ്റുപോകാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ സർക്കാരിന് കോടികളുടെ നഷ്ടം, അല്ലെങ്കിൽ ഈ പറയുന്ന 8 കോടി ജനങ്ങളുടെ ടാക്സ് വരുമാനം ത്യജിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ രാജ്യത്തെ പ്രധാന ഉൽപാദനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണല്ലോ. കർഷകർക്ക് ഈ ബജറ്റ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? കർഷക സമരം രാജ്യത്ത് പല ഭാഗങ്ങളായിട്ട് നടക്കുമ്പോഴും കർഷകർക്ക് ഈ ബജറ്റിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല എന്നല്ല, നേട്ടങ്ങളുണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. പിന്നെ ലഭിച്ചിരിക്കുന്നത് ബീഹാറിനാണ്.
വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ വട്ടം ബീഹാറിന് സാധിച്ചിട്ടുണ്ട്. അത് ഈ നിയമസഭാ ഇലക്ഷനെ മുന്നോടിയായിട്ട് തന്നെയാണ്. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിന് ധാരാളം നേട്ടങ്ങൾ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ വികസന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം NIT ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ കൂടാതെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ്, പിന്നെ മറ്റൊന്ന് പാട്ന വിമാനത്താവളം, അതിന്റെ നവീകരണം തുടങ്ങിയ നിരവധി വികസന പദ്ധതികളാണ് ബീഹാറിനുള്ളത്. പക്ഷേ കേരളത്തിന് ഈ വർഷവും ബജറ്റിൽ വട്ടപൂജ്യം തന്നെയാണ്. കേരളം എന്ന പേര് പോലും എവിടെയും പരാമർശിച്ചിട്ടില്ല. കേരളം ഈ ഒരു ബജറ്റിൽ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, ശരിയാണ്. എന്നിരുന്നാലും 2024 വയനാട് പ്രളയം എല്ലാം ഒരു പ്രതീക്ഷയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യായമായ പ്രതീക്ഷകൾ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ഇലക്ഷൻ ബേസ്ഡ് ബജറ്റ് കൂടിയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ലക്ഷ്യം ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടെയാണ്? ഈ ബീഹാറിലും അതുപോലെ തന്നെ ഡൽഹിയിലുമാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, അതിനാൽ ബജറ്റിൽ ആന്ധ്രയെ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആന്ധ്രയ്ക്ക് നേട്ടമില്ല. ഇനി ഈ ബജറ്റ് കൊണ്ട് ഉണ്ടായ നേട്ടം ഈ ആദായ നികുതിയിൽ ഉണ്ടായ വലിയ നേട്ടം തന്നെയാണ്. സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുക, അതിലൂടെ രാജ്യത്തെ മിഡിൽ ക്ലാസിനെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഭാഗമാക്കി മാറ്റുക. മറ്റൊന്ന്, നിയമസഭാ ഇലക്ഷനെ കേന്ദ്രീകരിച്ച് അവതരിപ്പിച്ച ഒരു ബജറ്റ്. ഈ 2025 ബജറ്റ് ആശ്വാസ ബജറ്റ് ആണെങ്കിലും കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തെ അപമാനിക്കുന്ന ഒരു ബജറ്റ് അവതരണം കൂടിയായിരുന്നു എന്ന് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു.